പുതിയ പെൻഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ മഴയാണ്, അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. എല്ലാവരും ക്ഷമിച്ച് വീഡിയോ കാണുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന. നമുക്ക് വീഡിയോകൾക്ക് പോകാം. മെയ് മാസം 3200 രൂപ വിതരണം പൂർത്തിയായി. ഇനി ജൂൺ മാസത്തിലെ വിതരണം നടപടികൾ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ചൊവ്വാഴ്ച സർക്കാർ ഇതിനെപ്പറ്റിയുള്ള അന്തിമ തീരുമാനം പുറത്തുവിടും. അപ്പോൾ നിലമ്പൂർ ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ മാസം 19-ന് മുമ്പ് ക്ഷേമ പെൻഷൻ അക്കൗണ്ടിൽ ഒരു മാസത്തെ 1600 രൂപ എത്തിച്ചേരുന്നതാണ്. 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. പിന്നെ കാലാവധി എല്ലാ മാസം 25-30 പെൻഷൻ വിതരണം ആരംഭിക്കുക. കാരണം ഈ മാസം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന കാരണം ആണ് ഈ തിരക്കിട്ട വിതരണം ആരംഭിക്കുന്നത്. പിന്നെ ഇലക്ഷനെ പറ്റി കുറേ വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം. പെൻഷൻ വർധനവ് 1800 ഒതുക്കി എന്ന് ധനമന്ത്രി 1800 വർധനവും ഉണ്ടാകും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് വിവാദം കത്തിപ്പടരുന്നതാണ്. കാരണം 2500 പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ പിണറായി വിജയൻ സഖാവിൻ്റെ LDF ഭരണത്തിൽ വന്നത്. പക്ഷേ ഇതുവരെ വാക്ക് പാലിക്കാൻ LDF സർക്കാരിനും സാധിച്ചില്ല. രണ്ടാം ഭരണം ഏറ്റെടുത്തപ്പോൾ LDFിൻ്റെ മുഖ്യ അജണ്ടയായിരുന്നു പെൻഷൻ 2500 എത്തിക്കുന്നത്. മാത്രമല്ല 5 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ 3 മാസത്തെ കൊടുത്തു തീർത്തു. ഇനി 2 മാസത്തെ മാത്രമുണ്ട് ഉള്ളൂ. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും വിതരണം ആരംഭിക്കും. അപ്പോൾ അത് അറിയിപ്പ് വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.